ആദ്യം നമ്മൾ പോകുന്നത് പ്രശാന്ത് ശിവനിലേക്കാണ്. പ്രശാന്ത്, ഈ നോട്ടുകെട്ടുകൾ കൊണ്ട് വോട്ട് വാങ്ങാമെന്നൊരു വിചാരം ഉണ്ടായിപ്പോയോ? കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു ക്ഷമാപണത്തോട് തന്നെ ഒരു കാര്യം പറയാം. ആകെ ഒരു 10-15 നിമിഷം 10 നിമിഷമാണ് എന്നോട് ഈ ചർച്ചയിൽ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ 10 മിനിറ്റ് സമയം മാത്രമാണ് എനിക്ക് ചർച്ചയിൽ തുടരാനായിട്ട് സാധിക്കുക. അത് ഓൾറെഡി അറിയിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നിട്ടുള്ളത്. ഇനി നേരെ വിഷയത്തിലേക്ക് വരാം. ഇതിനകത്ത് ഇന്ന് കാലത്ത് കണ്ണാടിയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ പറയുന്ന ഹലോ, എനിക്ക് വളരെ ക്ലിയർ ആണെന്ന് പറഞ്ഞോളൂ. ഇതിനകത്ത് കണ്ണാടിയിലേക്ക് ഇന്ന് ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള BJPയുടെ കുറച്ച് പ്രവർത്തകരും നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി ചില വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ദൃശ്യങ്ങൾ വന്ന സമയം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ, സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന 2 വേർഷനുണ്ട്. ഒന്ന്, ആ അമ്മ തന്നെ പറയുന്നുണ്ട്, എനിക്ക് മരുന്നിന് പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ച സമയത്ത് ആ അമ്മ പറയുന്നുണ്ട്. ഒന്ന്. 2, ഇതിനകത്ത് BJPയുടെയോ BJPയുടെ പ്രതിനിധികളോ പൈസയായിട്ടോ ഉപഹാരങ്ങളായിട്ടോ അവിടെ നിന്ന് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. രണ്ട്, ഈ ബാഗിൽ നിന്ന് എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് വിനീഷ് ആ അമ്മയുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ മുൻപിൽ ഈ പൈസ എടുത്ത് കൊടുക്കാത്തക്ക വിഡ്ഢികളായിട്ടുള്ള ആളുകളല്ല BJPയുടെ ആളുകൾ. 3, ഇതിനകത്ത് ഈ ചാനലുകളിൽ ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം വരുന്ന സമയത്ത് ആ അമ്മയുടെ പ്രതികരണം ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഈ ദൃശ്യം പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത വന്നിട്ടുണ്ടാവും. BJPക്ക് പറയാനായിട്ട് ഈ വിഷയത്തിലുള്ളത്, BJPയുടെ സ്ഥാനാർത്ഥിയോ പ്രവർത്തകന്മാരോ പൈസ കൊടുത്തുകൊണ്ട് ഒരു വോട്ടർമാരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങൾ പ്രവർത്തിച്ചതിന്റെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഓക്കെ, പ്രശാന്ത് ശിവൻ, നോക്കൂ, ഈ കാര്യം ഈ തരത്തിലേ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൽ എത്രത്തോളം കടകവിരുദ്ധതകളുണ്ട്? ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു സ്ത്രീ എന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് പറഞ്ഞു, അതൊരു നിഴലാണെന്ന്. മുല്ലപ്പൂ വെച്ച നിഴലോ? അതൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. മൂന്നാമത്തേത്, ആ സ്ത്രീ വാഹനത്തിലിരിക്കുന്നതിന്റെ ഫോട്ടോകൾ അടക്കം പുറത്തു വന്നു. ഞാൻ പറയട്ടെ? പറയൂ. എൻ്റെ ഒപ്പം അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്നല്ല അവർ പറഞ്ഞു. കാരണം ആ പത്രസമ്മേളനത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിനകത്ത് ആദ്യം കണ്ട വിഷ്വലിൽ കാണിച്ച സമയത്ത് അതിനകത്ത് ചോദിച്ചത്, നിങ്ങളോടൊപ്പം ആ സ്ത്രീ യാത്ര ചെയ്യുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ഏത് സ്ത്രീയാണ്, അത് എൻ്റെ നിഴലാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്നല്ല പറഞ്ഞത്. അവിടെ ഒരു സ്ത്രീ ഇവരെ കാണാനായി പോയതിൻ്റെ ദൃശ്യങ്ങൾ ചാനലുകളിൽ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന സമയത്ത് ഇവർ നോട്ട് കെട്ട് കൈമാറുന്നതിന്റെ ദൃശ്യം എവിടെയാണുള്ളത്? ആദ്യം ഒരു ദൃശ്യം ആ അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന ദൃശ്യം കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുന്നത്, ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. കൈ തുറന്ന് കാണിക്കുന്നുണ്ട്. നോക്കൂ, പെൻഷൻ കിട്ടിയ പൈസയാണ് എന്ന് പറയുന്നത് ഒരു വയോധികയെ അവിശ്വാസത്തിൽ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ അവരെ ഈ ചിത്രത്തിലെ വെക്കുന്നില്ല. പെൻഷൻ കിട്ടിയ പൈസ 4 മടക്കി കൈ വെച്ചു സാമാന്യ ബുദ്ധിയാണ്. പ്രശാന്ത്, ഒരൊറ്റ നിമിഷം ഞാനൊന്ന് ചോദിച്ചു തീർക്കട്ടെ. അതൊന്നാമത്തേത്. ഇത് ഈ പെൻഷൻ കിട്ടിയ 4000 രൂപ കയ്യിൽ മടക്കി വെച്ചുകൊണ്ടല്ല ആരും വീട് ഒരൊറ്റ നിമിഷം. അല്ല, അവർ ഈ വാഹനത്തിന് പുറകിലിരിക്കുന്ന സ്ത്രീയുടെ വല്യമ്മയാണെന്ന് പറയുന്നു. ഈ സിമി എന്ന് പറയുന്ന സ്ത്രീയുടെ വല്യമ്മയാണോ വീട്ടിലിരിക്കുന്നത്? നിങ്ങൾ അത് തെളിയിക്കാനെങ്കിലും കഴിയും. അത് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനല്ലേ? ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ഇതിനകത്ത് 2 കാര്യം ഞാൻ പറയാം. സിമിയുടെ വല്യമ്മയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. സിമിയുടെ ബന്ധുവാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. 1. 2, ഇതിനകത്ത് പെൻഷൻ കിട്ടിയ പൈസയാണെന്ന് ആ അമ്മൂമ്മ പറഞ്ഞ സമയത്ത് അത് മടിക്കുത്തിൽ വെച്ചുകൊണ്ട് വെയിൽ കായാൻ ഇരിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് അങ്ങനെ ആ പൈസ അവർ മടിക്കുത്തിൽ വെച്ചുകൂടായിക എന്നുണ്ടോ? അവിടെ ആ പൈസ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പൈസ, ഇവർ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പൈസ കയ്യിൽ കൊടുക്കുന്ന ദൃശ്യം എന്തുകൊണ്ടാണ് ഇത്രയും വീഡിയോ എടുത്ത ആളുകൾക്ക്, ഈ വിനീഷ് ഉൾപ്പെടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ,
ഈ രണ്ടാമത് കാട്ടുന്ന ദൃശ്യത്തിൽ കോൺഗ്രസിന്റെ നേതാവ് വിനീഷ് ഉൾപ്പെടെ കയ്യിൽ പൈസ വെച്ച ദൃശ്യമാണ് കാണിക്കുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കുന്നുണ്ട്, രണ്ട് ഷോട്ട്സ് ആണെന്ന്. ആദ്യം ഇവർ പൈസ കൊടുക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഷോട്ട്സ്. ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അല്ല, ഞാൻ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ പറയുന്നതൊന്ന് പൂർണ്ണമായി കേട്ട ശേഷം മാധു പറഞ്ഞോളൂ. ആദ്യം ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്. ആദ്യം ഇതിനകത്ത് പോകുന്ന സമയത്ത് ആ സ്ത്രീയുടെ കയ്യിലേക്ക് ചുരുട്ടിക്കെട്ടിയ നോട്ടുകെട്ട് കൊടുക്കുന്നതിൻ്റെ ദൃശ്യം വിഷ്വലി കാണിക്കുവാനായിട്ട് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്കോ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കോ ചാനലുകൾക്കോ അത് കാണിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇതോ സത്യം പറഞ്ഞാൽ നീ ദൈവാടാ, നീ ദൈവ. പിന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ദൃശ്യം വരുന്നത് കയ്യിൽ ചുരുട്ടിക്കെട്ടിയ നോട്ടുകെട്ടുകളുമായിട്ട് ആ അമ്മൂമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയുള്ള ഈ അമ്മൂമ്മയുടെ മടിക്കുത്തിൽ ഉണ്ടായിരുന്ന പൈസയാണ് അത് എന്ന് ആ അമ്മൂമ്മ തന്നെ പറഞ്ഞ സമയത്ത്, അവരുടെ ബന്ധുക്കാർ തന്നെ പറഞ്ഞ സമയത്ത്, അല്ല സിമിയാണ് ആ പൈസ കൊടുത്തത് എന്ന് സ്ഥാപിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണോ അതോ ചാനലുകളുടെ ഡ്യൂട്ടിയാണോ? അവിടെ ആ അമ്മ പറയുന്നു എനിക്കിങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത്, അല്ല സിമി പോയി കൊടുത്ത പൈസയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, വാദത്തിന് വേണ്ടിയാണെങ്കിലും അത് അംഗീകരിക്കണമെങ്കിൽ ആ സിമി കയ്യിൽ പൈസ കൊടുക്കുന്നതിന്റെ ദൃശ്യം കാണിക്കേണ്ടതല്ലേ? അതെ, ഞങ്ങൾ ചോറ് ഞാൻ ഒരു മിനിമം ഡൗട്ടാണ് ചോദിക്കുന്നത്. അല്ല ശ്രീ പ്രശാന്ത് ശിവൻ, ക്യാമറ തുറന്നു വെച്ചേക്കുന്നിടത്ത് ഈ പണം കൈമാറ്റം ചെയ്യില്ല, അതിനുള്ള വിഡ്ഢിത്തരം നോക്കൂ, ഡിബേറ്റബിൾ ആണെങ്കിൽ പോലും അതിനുള്ള വിഡ്ഢിത്തരം BJP-ക്കാർ കാണിക്കില്ല എന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. അവരവിടുന്ന് തിരിഞ്ഞു പോകുന്നതിന്റെ തൊട്ട് പിറ്റേ അടുത്ത സെക്കൻഡാണ് ഈ കയ്യിൽ ചുരുട്ടി പിടിച്ച പണം കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങ് അത് ഒരൊറ്റ ദൃശ്യത്തിൽ വേണമെന്ന് വാശി പിടിക്കുന്നത് ാണോ? ആയിക്കോട്ടെ, ഈ കയ്യിൽ ചുരുട്ടി പിടിച്ച പണം ഉണ്ടായിരുന്നു, കയ്യിൽ ചുരുട്ടി പിടിച്ച പണം കാണിക്കുന്നു എന്ന് പറഞ്ഞു. സിമി നായർ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ XOR Y ആരാണ് കൊടുക്കുന്നത് എന്ന് കാണിക്കാമല്ലോ. സമ്മതിക്കുന്നത് 10-90 വയസ്സുള്ള ഒരു സ്ത്രീ അത് സമ്മതിച്ചു കൊടുക്കണമെന്ന് വാശി പിടിച്ച ഈ കാര്യങ്ങൾ തെളിയിക്കണമെന്ന് പറയുന്ന ബുദ്ധിമുട്ട്. ഒരൊറ്റ മിനിറ്റ് പ്രശാന്ത് ശിവൻ, ഞാൻ ആ പ്രതികരണം അങ്ങ് നേരത്തെ ചോദിച്ച പ്രതികരണം കാണിക്കാം. പ്രൊഡ്യൂസർ ഒന്ന് പ്ലേ ചെയ്യൂ. പൈസ കൊടുത്തിട്ട് മോശം കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് മോശം മോശം തോന്നുന്നു ആ കുട്ടിയുടെ, അതായത് ആ വണ്ടിയിലിരുന്ന കുട്ടിയുടെ വല്യമ്മയാണ് എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യങ്ങളടക്കം. എങ്ങനെയാണ് ഇനി നിഷേധിക്കാൻ കഴിയുക? ഞാൻ നിരപരാധിയാണല്ലോ, സത്യം തെളിയും, സത്യമേത ജഗതേ ജയ. വല്യമ്മ ബന്ധം ഇതിനകത്ത് ഞാൻ തുടക്കം മുതൽ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഇതിനകത്ത് ആ കുട്ടി വല്യമ്മയുടെ കയ്യിൽ പൈസയോ പൈസയ്ക്ക് തുല്യമായ മറ്റെന്തെങ്കിലുമോ പൈസ കൊടുത്തത് എന്തിനാ എന്ന ചോദ്യത്തിനാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞത് ആ കുട്ടിയുടെ വല്യമ്മയാണ് എന്ന്. പൈസ കൊടുത്തത് എന്തിനാ എന്ന ചോദ്യത്തിനാണ് പറഞ്ഞത് വല്യമ്മയാണ് എന്ന്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. നേരത്തെ പറഞ്ഞില്ല. പറയുന്നത് കേട്ടല്ലോ. പൈസ കൊടുത്തത് എവിടെ, എന്തിനാണ് എന്ന ചോദ്യത്തിനാണ് പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ സ്ഥാനാർത്ഥി. ആ സ്ഥലത്തുണ്ടായിരുന്ന സ്ഥാനാർത്ഥി പൈസ കൊടുത്തില്ലെന്ന് പറയുന്നില്ല പ്രശാന്ത് ശിവൻ. ഇപ്പൊ അങ്ങേക്ക് ബ്രീഫ് ചെയ്ത് കിട്ടിയ വിവരമാണ്. പറയുന്നത് അങ്ങനെയാണ്. നിഷേധിച്ചില്ല പ്രശാന്ത് ശിവൻ. നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, പൈസ കൊടുത്തത് വല്യമ്മ ആയതുകൊണ്ടാണെന്ന് അവർ പറയുന്ന ശബ്ദമാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ കേട്ടത്. അങ്ങ് നിഷേധിച്ച കാര്യമാണത്. മുഴുവൻ മാധ്യമങ്ങളെയും കണ്ടുകൊണ്ട്, അല്ല ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, നിങ്ങൾ കേട്ടോളൂ. ഇതിനകത്ത് മുഴുവൻ മാധ്യമങ്ങളെയും നിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു അവിടെ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈ മാധ്യമങ്ങൾ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യലല്ലേ? ഞാൻ വോട്ടിന് പൈസ കൊടുത്തു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എത്ര അത്ഭുതാവഹമായിരിക്കും. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ വോട്ടിന് പൈസ കൊടുത്തു കേട്ടോ. പ്രിയ മാധ്യമങ്ങൾ, ഇതാ ഇങ്ങോട്ട് നോക്കൂ. നിങ്ങളുടെ ക്യാമറയ്ക്ക് വേണമെങ്കിൽ ഇനിയും ഇത് തെളിയിച്ചു കൊടുക്കാം എന്ന് പറയുമോ? അതെന്തൊരു വിനാശേരിയായിരിക്കും. ഇവിടെ വേണ്ട. ഇതിനു മുന്നേ നിങ്ങൾ ഈ റിപ്പോർട്ടർ ഉൾപ്പെടെ കാണിച്ച ദൃശ്യങ്ങളിൽ അവര്
പൈസ കൈമാറുന്നതിന്റെ ദൃശ്യം എവിടെയാണ്? ആ അമ്മ ശ്രീ പറയുന്നുണ്ടല്ലോ പ്രശാന്ത് ശരി, എനിക്ക് പൈസ സമ്മതിച്ചു. ഞാനതൊരു വാദത്തിനെടുക്കാം. കൈമാറുന്ന ദൃശ്യം എവിടെയാണ് എന്ന് ഞാനത് വാദത്തിനെടുക്കാം ശ്രീ പ്രശാന്ത് ശിവൻ. പക്ഷെ അതേ സമയത്ത് എന്തിനാണ് പൈസ കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അത് ആ കുട്ടിയുടെ വല്യമ്മ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ പൈസ കൊടുത്തില്ല എന്നല്ലേ പറയാ? വല്യമ്മയ്ക്ക് മുറുക്കാൻ മേടിക്കാൻ പൈസ കൊടുത്തു എന്നാണ് പറയാ? ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കൂ, അതിനുശേഷം നിങ്ങൾ ഇടപെട്ടോളൂ, ഞാൻ മറുപടി പറയാം. ഇതിനകത്ത് ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്ന ആരാണ്? അവിടെ കൂടിയ കോൺഗ്രസ്സുകാരാണ് ചോദിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരോടുള്ള സംഭാഷണം ഏത് തരത്തിലായിരുന്നു എന്നുള്ളത് അതിനു മുന്നേയും അതിന് ശേഷവുമുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ കാണിച്ചു. ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞു വാദത്തിന് വേണ്ടി അംഗീകരിക്കാമെന്ന് പറഞ്ഞു. വാദത്തിന് വേണ്ടി എന്നല്ല, ഇവിടെ അതിനകത്ത് ഒരാളും ആ വല്യമ്മയുടെ കയ്യിൽ പൈസ കൊടുക്കുന്നതിൻ്റെ ദൃശ്യം ഇന്ന് ഏതാണ്ട് ഒരു 7-8 മണിക്കൂറായിട്ട് പൈസ കൊടുക്കുന്നതിന്റെ സിംഗിൾ വിഷ്വൽസ് കാണിക്കാനായിട്ട് ഒരു ചാനലുകാർക്ക് ആർഗ്യുമെന്റേ അല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്നാണ് അങ്ങ് പച്ചയ്ക്ക് നിഷേധിച്ചതല്ലേ ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞിട്ടില്ല എന്ന്? ഈ ചർച്ചയിൽ 10 മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം അങ്ങ് നിഷേധിച്ചതല്ലേ ശോഭാ സുരേന്ദ്രൻ? ഞാൻ പറയുന്നുണ്ടല്ലോ, മാധുവിന് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കൂ. നിങ്ങൾ പറഞ്ഞതിന് മുഴുവൻ ഞാൻ ഉത്തരം പറയുന്നില്ലേ? 2 കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ പൈസ കൊടുക്കുന്നതിൻ്റെ വിഷ്വൽ കാണിക്കുവാനായിട്ട് ചാനലുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. 2, ആ വല്യമ്മ ഉൾപ്പെടെ പറയുന്നുണ്ട് എനിക്ക് പൈസ തന്നിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചു എനിക്ക് മരുന്നിന് പൈസ വേണമെന്ന് ചോദിച്ചു, ഞാൻ ആരുടെ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്ന് ഇത് 2 പറയുന്നുണ്ട്. ഇത് 2 തെളിയാത്തിടത്തോളം കാലം BJP ഇതിനു വേണ്ടി വോട്ടിന് വേണ്ടി പൈസ കൊടുത്തു എന്നുള്ളത് എന്തിനാണ് ഇവിടെ സമ്മതിച്ചു തരുന്നത്? എന്തിനാണ് സമ്മതിച്ചത്? പിന്നെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ അവിടെ ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തെളിയിക്കൂ, ഇല്ലെങ്കിൽ മാധു തെളിയിക്കൂ. ഈ 2 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് മാധു തെളിയിക്കൂ. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിക്കണം.